മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ഈ സൺഡേ സ്കൂൾ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവനാമത്തിൽ ഞാൻ ഒരു പ്രാവശ്യം കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുന്നു. നമ്മുടെ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടന ഓർഗനൈസേഷനാണ് സൺഡേ സ്കൂൾ. സഭ അത്രമാത്രം പ്രാധാന്യമാണ് സൺഡേ സ്കൂളിന് കൊടുക്കുന്നതിന് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. ഒരു ഭദ്രാസന കൺവെൻഷൻ്റെ ഏറ്റവും പ്രൈമായിട്ടുള്ള ദിവസവും സമയവും സൺഡേ സ്കൂളിനായിട്ട് വേർതിരിച്ചിരിക്കും. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മുടെ കുട്ടികളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം മാതാപിതാക്കളും സഭയും തിരിച്ചറിഞ്ഞ് അവരെ ദൈവകൃപയിൽ ദൈവമക്കളായി ലോകത്തിൻ്റെ രക്ഷകരും സംരക്ഷകരുമായി വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള പരമപ്രധാനമായ ഉത്തരവാദിത്വത്തെ സൂചിപ്പിക്കുന്നതാണ്. അത്തരത്തിൽ ഇന്ന് ഇവിടെ വന്നു കൂടിയിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഒരു 4 കാറ്റഗറിയിലുള്ള ആളുകളാണ് ഇപ്പോൾ ഇവിടെ സംബന്ധിക്കുന്നത്. ഒന്ന്, സൺഡേ സ്കൂൾ കുട്ടികൾ, സൺഡേ സ്കൂൾ സ്റ്റുഡൻസ്. 2, അവിടെ പഠിപ്പിക്കുന്ന സൺഡേ സ്കൂൾ അധ്യാപകർ. 3, മാതാപിതാക്കൾ. 4, ഇതിനെല്ലാം ഓരോ ഇടവകളിലും ഭദ്രാസനങ്ങളിലും ഉത്തരവാദിത്വങ്ങൾ വഹിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാർ. എല്ലാവരെയും കുറിച്ച് ഓരോരോ വാക്കുകൾ പറഞ്ഞ് എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ പൂർത്തീകരിക്കും. ഇവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികളെയും രാവിലെ ഏതാണ്ട് 120ഓളം വരുന്ന സമർപ്പിതരായ കുട്ടികളുടെ മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞ വാക്കുകൾ വീണ്ടും ആവർത്തിക്കുന്നു. നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം, ഗോഡ്സ് പ്ലാൻ ഇൻ ആൻഡ് ത്രൂ അവർ ചിൽഡ്രൻ, അത് പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ, ഓൾ ചിൽഡ്രൻ ഹു ആർ സീറ്റഡ് ഇൻ ഫ്രണ്ട് ഓഫ് മീ ഓൾ ലുക്ക് അറ്റ് മീ. ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികൾ, കുട്ടികൾ, മുമ്പിലിരിക്കുന്നവർ ഇതൊന്നും കേൾക്കാതെ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നവരുണ്ട്. നിങ്ങൾക്കെല്ലാം സംസാരിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും തന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എന്നെ ഒന്ന് നോക്കിയാൽ എൻ്റെ ഒരു ആത്മസംതൃപ്തിക്ക് നല്ലതായതുകൊണ്ട് ഒരു 4-ാം ക്ലാസ്സിന് മേൽ പഠിക്കുന്ന കുട്ടികൾ, അതുകൊണ്ട് ഏറ്റവും മുമ്പിലിരിക്കുന്ന ഒരു 5-ാം ക്ലാസ്സുകാരനായിരിക്കും. ആ കണ്ണാടിക്കാരൻ്റെ അപ്പുറത്ത് അദ്ദേഹത്തെ ഒന്ന് വിളിച്ചേര്. ഇങ്ങോട്ട് ബുക്ക് അതങ്ങ് താഴെ വെക്കും. എന്നിട്ട് എല്ലാവരും കുറച്ച് നേരത്തേക്ക് നോക്കുക. ഇന്ന് രാവിലത്തെ മീറ്റിങ്ങിൽ, നമ്മുടെ ചാപ്പലിൽ കൂടിയ മീറ്റിങ്ങിൽ സംബന്ധിച്ച വിദ്യാർത്ഥികൾക്കൊന്ന് കൈപൊക്കും. ഒരു നല്ല ശതമാനമുണ്ട്. കൈതാത്തിട. നിങ്ങളോട് പറഞ്ഞത് എല്ലാവരോടെയും പറയണം. നിങ്ങളെക്കുറിച്ച്, ഹു ആർ യു, നിങ്ങളാരാണ്? നിങ്ങളെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ കൈവേല എന്നാണ്. യു ആർ ദി ഹാൻഡ് മെയ്ഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ കൈവേല. യു ആർ സോ സ്പെഷ്യൽ, വെരി യുണീക്ക്, വൺ ഓഫ് ഹിസ് കൈൻഡ്, സോ പ്രഷ്യസ് ഈസ് യു പീപ്പിൾ ആർ ഇൻ ഫ്രണ്ട് ഓഫ് ഗോഡ്. ദൈവം നിങ്ങളെ ദൈവത്തിൻ്റെ കൈകൊണ്ട് സൃഷ്ടിച്ചു എന്നാണ് വേദപുസ്തകം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു അപകടമല്ല, നിങ്ങളൊരു അനുഗ്രഹമാണ്. നൺ ഓഫ് യു ആർ ആക്സിഡൻറ്റ്, ബട്ട് യു ആർ സ്പെഷ്യലി ഡിസൈൻഡ് വിത്ത് എ വെരി സ്പെഷ്യൽ പർപ്പസ്. വളരെ കൃത്യമായ പദ്ധതികളോടുകൂടി ദൈവം നിങ്ങളെ സൃഷ്ടിച്ചതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഈ നെഞ്ചിലോട്ട് കൈവച്ച് പറയേണ്ടത്, ദൈവത്തിൻ്റെ പ്രിയ മകനാണ്, മകളാണ് ഞാൻ എന്നുള്ളത്. കേൾക്കാൻ മതി. ഇവിടെ ആ താടിക്ക് കൈയൊക്കെ ഇരുന്ന് ഉഷാറായിട്ടിരിക്കുക. മനസ്സിലായ?
ഇപ്പം നിങ്ങൾ ആരാണെന്നാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. ഉറച്ചു പറയുന്നവർക്ക് സമ്മാനം ചിലപ്പോൾ ഇന്ന് തന്നെ തരും, അല്ലെങ്കിൽ അടുത്ത ആണ്ടിൽ തരും. എഴുന്നേറ്റ് ഇന്ന് ഉറച്ചു പറയുന്നവർക്ക് സ്പെഷ്യൽ സമ്മാനം ഇത് കഴിഞ്ഞ് ഊണ് കഴിഞ്ഞ് തരും. എഴുന്നേക്കാൻ ധൈര്യമില്ല. ദൈവത്തിൻ്റെ മക്കൾ, വേദപുസ്തകത്തിൽ ഇപ്പോൾ ഞാൻ വായിച്ച വാക്യം ഏത് ഭാഗമായിരുന്നു? എഫേസ്യർ ഏതധ്യായം? 2-ാം അധ്യായം. ഏത് വാക്യം? 10-ാം വാക്യം. ആദ്യ ഭാഗം എന്തുവാണ്? 10-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം ഇപ്പം ഞാൻ പറഞ്ഞു. നിങ്ങൾ ദൈവത്തിൻ്റെ, എല്ലാവരും പറഞ്ഞേ, നിങ്ങൾ ദൈവത്തിൻ്റെ കൈവേല പറ. അപ്പോൾ നിങ്ങളെന്നുള്ളത് മാറ്റി നമ്മളാക്കാം, അല്ലെങ്കിൽ ഞാനാക്കാം. ഞാൻ ഇനി പറയുന്നത് ശബ്ദമുയർത്തി എൻ്റെ പിന്നാലെ പറയണം. ഞാൻ ദൈവത്തിൻ്റെ കൈവേല എന്ന് പറഞ്ഞാൽ ദൈവം ഇങ്ങനെ കസ്റ്റം മെയ്ഡാണ്. വലിയ വിലപിടിപ്പുള്ള കാറുകളുണ്ട്. റോൾസ് റോയ്സ് കാർ കേട്ടിട്ടുണ്ടോ? ഇല്ല, അതൊക്കെ നല്ലതായിട്ട് കേട്ടിട്ടുണ്ട്. അതിനേക്കാൾ വിലപിടിപ്പുള്ളത് കാണും. അതിനെക്കുറിച്ച് പറയുന്നത് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഹാൻഡ് മെയ്ഡാണ്, വെരി സ്പെഷ്യൽ. സോ ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്. അപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ വളരെ വളരെ വിലപിടിപ്പുള്ള റോൾസ് റോയ്സ് ആണ്. ആരാ നിങ്ങൾ? ഞരങ്ങിയാ പറയുന്നത്. ദൈവത്തിൻ്റെ ഏറ്റവും വിലപിടിപ്പുള്ള വജ്രങ്ങളാണ്. കേട്ടോ പറഞ്ഞത്? എന്നിട്ട് 2-ാം ഭാഗം പറയുന്നത് എന്താണ്? രാവിലെ വന്നവർ പറഞ്ഞ് എഫേസ്യ ലേഖനം 2:10 2-ാം ഭാഗം. അത് പറയുന്നവർക്ക് ഏതാണ്ട് ഉറപ്പാകും സമ്മാനം. ക്രിസ്തുവേശുവിൽ സൽപ്രവർത്തികൾക്കായിട്ട്, എന്തും കാണിക്കാനല്ല, നല്ല മനുഷ്യരാകാൻ, നല്ല പ്രവൃത്തി ചെയ്യാൻ, എല്ലാവർക്കും നന്മ വരുത്താൻ, എല്ലാവരെയും അനുഗ്രഹിക്കാനാണ് നമ്മളെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആരാണെന്നാ പറഞ്ഞ് ഒന്നുകൂടെ ഉറച്ചു പറഞ്ഞ എല്ലാവരും, നിങ്ങൾ ദൈവത്തിൻ്റെ പ്രിയ മക്കൾ. ആരാണ്? ഉറച്ചു പറ. ആരുടെ പ്രിയ മക്കൾ? ദൈവത്തിൻ്റെ പ്രിയ മക്കൾ. നിങ്ങളുടെ അപ്പനും അമ്മയും ഒക്കെ ചിലപ്പോൾ അങ്ങനെ പിണങ്ങുമ്പം പറഞ്ഞേക്കാം, നിന്നെ എന്തിനു കൊള്ളാവുന്നൊക്കെ. അപ്പോൾ അവരോട് നിങ്ങൾ ശാന്തമായി സ്നേഹത്തിൽ ദൈവമക്കൾ എന്ന നിലയിൽ പറയണം, അപ്പ, അമ്മ, അല്ലെങ്കിൽ ഡാഡി, മമ്മി, അല്ലെങ്കിൽ ചാച്ച, ചേട്ടാ, നിങ്ങളുടെ അറിവുകേടുകളെ ദൈവനാമത്തിൽ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. ഞങ്ങൾ ദൈവത്തിൻ്റെ പ്രിയ മക്കളാണ്. എന്നെ എന്തിനു കൊള്ളാമെന്ന് പറഞ്ഞാൽ അമ്മ ശരിയാകും, അങ്ങനെ ഇനിയും പറയരുത് എന്ന് പറയണം. പറയാമോ? നിങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കുന്ന കുട്ടികളാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അവരെന്ത് പറഞ്ഞാലും, ചീത്ത പറഞ്ഞാലും കേൾക്കുന്നേ. അങ്ങനെ കേട്ടിരിക്കേണ്ട കാര്യമുണ്ടോ? പോട്ടെ, ഇനി നിങ്ങളെ ഞാൻ ചീത്ത പഠിപ്പിച്ചു എന്ന് പറയണ്ട. അപ്പോൾ ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട. അതുകൊണ്ടാണ് എനിക്ക് സൺഡേ സ്കൂൾ കുട്ടികളോട് പറയാനുള്ളത്, യു ആർ വെരി സ്പെഷ്യൽ, വെരി ഡിയർ ടു ഗോഡ്, യുണീക്ക് പീപ്പിൾ, വെരി വാല്യുബിൾ പീപ്പിൾ. ഇത് നിങ്ങൾ അധ്യാപകരോട് പറയാനായിട്ടുള്ളത്, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അധ്യാപകർ പിള്ളേരെയൊക്കെ കഷ്ടമാണ്. ബാലൻ നടക്കേണ്ടത് നാളത്തെ ലോകം എങ്ങനെയായിരിക്കണമെന്ന് നിശ്ചയിക്കാൻ ദൈവം അധികം ആളുകൾക്ക് അനുവാദം കൊടുത്തിട്ടില്ല. അങ്ങനെ അനുവാദം കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട കാറ്റഗറിയിലുള്ളവരാണ് ആരെന്ന് പറയുന്നത് സൺഡേ സ്കൂൾ അധ്യാപകർ. നിങ്ങൾ ഒരു ഓബ്ജക്റ്റിന്, ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നവരാണ്, സോഫ്റ്റ്വെയറിൽ ജോലി ചെയ്യുന്നവരാണ്, അല്ലാത്ത ജോലി ചെയ്യുന്നവരാണ്. യു ആർ മെയിൻലി ഡീലിംഗ് വിത്ത് ഓബ്ജക്ട്സ്. നിങ്ങൾ വസ്തുക്കൾ, ഒരു പേപ്പർ, ഒരു പേന, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ, ഇങ്ങനെ നിങ്ങൾ ജോലി ചെയ്യുന്നവരാണ്. യു ആർ ഡീലിംഗ് വിത്ത് മാറ്റർ, യു ആർ ഡീലിംഗ് വിത്ത് ഓബ്ജക്ട്സ് അല്ലേ? എന്നാൽ സൺഡേ സ്കൂൾ അധ്യാപകർ, ദേ ആർ ഡീലിംഗ് വിത്ത് ലൈഫ്. നിങ്ങൾ ജീവന്റെ മേൽ പണിയെടുക്കുന്നവരാണ്. സൺഡേ സ്കൂൾ അധ്യാപകർ മരണം വരെ മറക്കാൻ പാടില്ലാത്ത കാര്യമാണ്. ഞാൻ ഇടപെടുന്നത്, ഞാൻ സ്പർശിക്കുന്നത്, ഞാൻ സംസാരിക്കുന്നത്, ഞാൻ നോക്കുന്നത് ജീവനെ സൃഷ്ടിക്കുകയാണ്, ജീവൻ പണിയെടുക്കുകയാണ്. ഒരു അതിവിദഗ്ധനായിട്ടുള്ള ഡോക്ടർ ഒരു രോഗിയെ പരിശോധിച്ച് രോഗം കണ്ടെത്തി രോഗനിവാരണത്തിനുള്ള മരുന്ന് നൽകി നല്ല ആരോഗ്യത്തിലേക്ക് വരുത്തുന്നത് പോലെ ദൈവം സൃഷ്ടിച്ച ഒരു കുട്ടിയെ
ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കി ദൈവവചനം പഠിപ്പിച്ച് നമ്മുടെ മാതൃകാപരമായ ജീവിതത്തിലൂടെ അവരെ രോഗവിമുക്തരായി ആരോഗ്യമുള്ള മനുഷ്യരായി, ആരോഗ്യമുള്ള മനുഷ്യർ എന്ന് പറയുമ്പോൾ മനുഷ്യത്വമുള്ള മനുഷ്യരായി, നന്മയുടെ നിറകുടങ്ങളായി മാറ്റാനുള്ള പരമപ്രധാനമായ ഉത്തരവാദിത്വം ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ആളുകളാണ് ഈ സൺഡേ സ്കൂൾ അധ്യാപകർ. അത് നമുക്ക് ലളിതമായി കാണാൻ പാടില്ല, ഒരു ഉദ്യോഗമായി കാണാൻ പാടില്ല, അത് ഏതാണ്ട് ഒരു ചെറിയ സ്ഥാനമാനത്തിൻ്റെ ഒരു ഭാഗമായി കാണാൻ നമുക്ക് പാടില്ല. വി ആർ അൾട്ടിമേറ്റ്ലി ലീഡിങ് ലൈഫ് ഓർ ബിൽഡിംഗ് ലൈഫ്. ദൈവരാജ്യത്തിൽ ഏറ്റവും കൂടുതൽ ഉത്തരം പറയേണ്ടി വരുന്ന ഒരു കാറ്റഗറിയാണ് അധ്യാപകർ എന്ന് പറയുന്നത്. കാരണം അവരെ ദൈവം ചോദിക്കും, നീ 18 കൊല്ലം സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചു, 212 കുട്ടികളെ പഠിപ്പിച്ചു, വേർ ആർ ദീസ് 212 സ്റ്റുഡൻസ്? അവരെങ്ങനെ ജീവിക്കുന്നു? പിന്നെ നീ അന്വേഷിച്ചോ ആ കുട്ടികൾ നല്ലതായിട്ടിരിക്കുന്നുവോ? ആ കുട്ടികളുടെ ലിസ്റ്റും അവരുടെ ഇപ്പോഴത്തെ സ്ഥിതിയും അവരുടെ പെർഫോമൻസും നീ പോയിട്ട് കൊണ്ടുവരിക ഇവിടെ ഒന്നുകൂടെ. അത് ഇവാലുവേറ്റ് ചെയ്ത് നിന്നെ സ്വർഗത്തിലേക്ക് കയറ്റാം എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് ഇവിടെ ഇരുന്ന ഉറങ്ങുന്നവരോടാണ് ചോദ്യം. അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അങ്ങനെ ഒരു സാധ്യതയുണ്ടെന്ന്? നിങ്ങൾ മനുഷ്യർ തന്നെയല്ലയോ? അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട്? അധ്യാപകരെ, നിങ്ങളൊക്കെ സ്റ്റുഡൻസ് ആണോ അധ്യാപകരാണോ അവിടെ ഇരിക്കുന്നത്? ആയിക്കോട്ടെ, എല്ലാ അമ്മമാരും അപ്പന്മാരും അധ്യാപകർ തന്നെയാണ് കുട്ടികളെ പോലെ. ആർ യു സീരിയസ് അബൌട്ട് സച്ച് ഗ്രേവ് ക്വസ്റ്റ്യൻസ്? അങ്ങനെയുള്ള ചോദ്യം ചോദിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വിചാരിച്ചോണം. ഒരു ക്വസ്റ്റ്യൻ അതായിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പർ എന്നോട് ചോദിച്ചിട്ടല്ല അവിടെ സെറ്റ് ചെയ്യുന്നത്. പക്ഷെ എന്നെ അതിനാ കമ്മിറ്റിയിലാക്കിയാൽ ഉറപ്പാണ് ഈ ചോദ്യം വരും. അപ്പോൾ 2 സ്ത്രീകൾ എന്നെ നോക്കുന്നു, അതാ തന്നെ അങ്ങോട്ട് കയറ്റാത്തതെന്ന്. ആ ചിന്തയൊന്നും നല്ല ചിന്തയാണെന്ന് വയ്ക്കുക. നിങ്ങളിങ്ങനെ ഒന്നും അറിയാത്തവരെ പോലെ മണ്ടൻ കളിച്ചിരിക്കരുത്. ദീസ് ആർ ഓൾ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത്, നാളത്തെ ലോകം എങ്ങനെ ഇരിക്കണമെന്ന് ഇന്ന് നിശ്ചയിക്കാൻ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരായി സ്പെഷ്യലായി ചേർത്തിരിക്കുന്ന ദൈവത്തിൻ്റെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അംഗങ്ങളാണ് ആരെന്ന് പറയുന്നത്. കഷ്ടമാണ് നിങ്ങളോട് ഈ സംസാരിക്കുന്നത്. ഭാവി അനക്കോ ഇല്ലാതെ നിങ്ങളോട് എന്തിനു സംസാരിക്കുന്നു? ഇനി അങ്ങനെയുള്ളവർ അടുത്ത ആണ്ടിൽ വരണോ ഇല്ലയോ എന്ന് ഞാൻ അലക്സാണ്ടർ സാറിനോടൊന്ന് ആലോചിച്ചിട്ട് പറയാം. ഇങ്ങനെ വന്നിരിക്കുക. 3-ാമത്തത് മാതാപിതാക്കളാണ്. എല്ലാ അധ്യാപകരും മാതാപിതാക്കളാണ്. എന്നാൽ മാതാപിതാക്കൾ, നിങ്ങൾ ഓർക്കേണ്ടുന്നത് എല്ലാ മാതാപിതാക്കളും ഓർക്കണം, ഈ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. മറക്കരുത്, ഒരിക്കലും മറക്കരുത്. ഇവർ ദൈവത്തിൻ്റെ മക്കളാണ്. ഇവിടെ ഇരിക്കുന്ന ആ സ്ത്രീജനങ്ങൾ സമ്മതിക്കുമോ ഇല്ലയോ? എന്നാ ഒന്നിൽ ഉറച്ചു പറയണം. സമ്മതിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ഞാൻ നിർത്തിയേക്കാം. അതോ സമ്മതിക്കുന്നോ? ഇവിടെ ഇരിക്കുന്നവർ, ആ കണ്ണാടി വെച്ച ഒരു സാറ്, 2-ാമത്തെ ഇവർ ദൈവത്തിൻ്റെതാണോ ആണെന്ന് സമ്മതിക്കുന്നു? നമ്മുടെ കുട്ടികൾ സമ്മതിക്കുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ 3-4 പ്രാവശ്യമായിട്ട് ഇവിടെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ കൺവെൻഷൻ്റെ എൻ്റെ പ്രധാന പ്രമേയ അവതരണം ഇത് മാത്രമാണ്. നെവർ എവർ ട്രൈ ടു പൊസസ് അവർ ചിൽഡ്രൻ. നെവർ ട്രൈ ടു പ്രൈവറ്റൈസ് അവർ ചിൽഡ്രൻ. ഇവിടെ യങ് പേരൻസൊക്കെ ഉണ്ട്, ഇപ്പോൾ നിങ്ങൾ കേട്ടിരുന്നാൽ നല്ലതാണ്. ചിൽഡ്രൻ ആർ ഗോഡ്സ് പ്രോപ്പർട്ടി. അവർ ദൈവത്തിൻ്റെ വകയാണ്. അവരെ നമ്മൾ പ്രൈവറ്റൈസ് ചെയ്ത്, നമ്മൾ പൊസസ് ചെയ്ത്, നമ്മുടെ നന്മയ്ക്കും വളർച്ചയ്ക്കും അവരെ ഉപയോഗിക്കാമെന്ന് ഒരു അപ്പനോ അമ്മയോ വിചാരിച്ചാൽ, ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ദിവസത്തിൽ ദൈവം ചോദിക്കുന്ന ചോദ്യം ഇന്നലെയും ആവർത്തിച്ചു. വാട്ട് ഡിഡ് യു ഡു വിത്ത് മൈ ചിൽഡ്രൻ? ഐ ഹാവ് ഇൻട്രസ്റ്റഡ് ഇൻ യുവർ ഹാൻഡ്സ്. നിങ്ങളുടെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ച എൻ്റെ രക്ഷയുടെ രക്ഷാപദ്ധതികളെ നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത് പ്രധാന ചോദ്യമാണോ എന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരു 10,000 മൈക്രോഫോൺ എൻ്റെ മുമ്പിൽ വെച്ച് എനിക്കെടുക്കാവുന്ന ശബ്ദത്തിൻ്റെ ഏറ്റവും വലിയ ശബ്ദത്തിൽ ഈ ലോകത്തോടും ഈ സഭയോടും പറയുന്നതായി നിങ്ങൾ പരിഗണിക്കണം. വിഴുങ്ങാൻ പോണ്ട. യു ജസ്റ്റ് ലിസൺ ആൻഡ് പോണ്ടർ ഓൺ ദാറ്റ്. അല്ലെങ്കിൽ ലോകത്തെ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയിൽ ദൈവത്തെ തോൽപ്പിക്കുന്നവരുടെ ഗണത്തിൽ നമ്മൾ പെട്ടുപോകും.
ദൈവം ലോകത്തെ രക്ഷിച്ചോളും, നമ്മുടെ വലിയ സഹായങ്ങൾ പിന്നെ വേണ്ടി വരികയില്ല. പക്ഷേ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. അവിടെ ഇരിക്കുന്ന ആ 2-3 ചെറുപ്പക്കാരായ മാതാപിതാക്കൾ, നിങ്ങളിത് ഗൗരവമായി കാണുന്നുണ്ടോ? കൺവെൻഷനൊന്നും വന്ന് ഇവിടെ ഇരുന്നേറ്റ് ചുമ്മാ ഉറങ്ങി എഴുന്നേറ്റ് പോകരുത്. അതുകൊണ്ട് അതിനപ്പുറത്തേക്ക് ഞാൻ പോകുന്നു. ഇതിൻ്റെ എല്ലാം ലീഡേഴ്സ് അച്ഛന്മാരാണെന്ന് പറഞ്ഞു. അവരോട് ഞങ്ങളുടെ ആദ്യത്തെ ക്ലർജി മീറ്റിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ അച്ഛന്മാരും എല്ലാ സൺഡേ സ്കൂളിലും എല്ലാ സൺഡേയിലും സന്നിഹിതരായിരിക്കണം. മുഴുവൻ സമയം ഇരിക്കാൻ ഒത്തുനിന്ന് വരത്തില്ല. ഒരച്ഛന് 2 പള്ളി കാണും, 3 പള്ളി കാണും. അങ്ങനെയുള്ളവർക്ക് എല്ലായിടത്തും ഒരേ സമയത്ത് മാറും. ബട്ട് ഇറ്റ് ഈസ് മാൻഡേറ്ററി ഫോർ ഓൾ ദി അച്ഛൻസ് ടു അറ്റൻഡ് ദി സൺഡേ സ്കൂൾ ആൻഡ് ദി യുവജന സഖി. These 2 organizations are foundational and fundamental to the church. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി സംഘടനകളിൽ പ്രവർത്തിച്ചാൽ മതി. അതുകൊണ്ട് ഇത് കുറച്ചുകൂടി ഞാൻ വിശദമായിട്ട് പിന്നീടുള്ള ദിവസങ്ങളിൽ ഓരോരോ പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളിൽ കാരണം അന്നേരം കൊണ്ടുവന്ന് കമ്മിറ്റി വെക്കും, അച്ഛന്മാരുടെ തല അതിനകത്ത് ഇടാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് നിയമപരമായി അത് നിർത്തൽ ചെയ്യും. ഞായറാഴ്ച സൺഡേ സ്കൂളിൻ്റെ സമയത്തും യുവജന സഖ്യത്തിൻ്റെ സമയത്തും ഒരു പള്ളിയിലും കമ്മിറ്റികൾ അനുവദിക്കത്തില്ല. അത് അസംബ്ലിയിൽ ഞാൻ പറഞ്ഞോളാം. ആണോ? അല്ലെങ്കിൽ അച്ഛന്മാരെ വെള്ളത്തിലാക്കും, അന്നേരം തന്നെ കമ്മിറ്റി വെക്കുക, അതിനകത്ത് പോവുക. അതാണ് ഇത് പല ഭദ്രാസനത്തിലും അങ്ങനെയാണ്. അതൊക്കെ വളരെ പ്രധാനം. അല്ലെങ്കിൽ അച്ഛന്മാർക്ക് ഒരു പരീക്ഷ വരും, അങ്ങ് കമ്മിറ്റി വെച്ചാൽ ഇവിടെ ഓൾ അച്ഛൻസ് മസ്റ്റ് അറ്റൻഡ് സൺഡേ സ്കൂൾ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഈ 4 കാര്യങ്ങളും കേട്ടു എന്നുള്ളത്. ഇനിയും ഇങ്ങനെ നമ്മൾ പ്രവർത്തിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തെ രക്ഷിക്കുന്ന വലിയ ദൈവത്തിൻ്റെ പദ്ധതിയുടെ കേന്ദ്രത്തിൽപ്പെടുന്ന അതിൻ്റെ ന്യൂക്ലിയസിലുള്ള ആളുകളാണ് ഇപ്പോൾ ഈ കുട്ടികൾ. അവർ ഞാൻ പറയുന്നതെല്ലാം പൂർണ്ണമായി ശ്രദ്ധിച്ചിരിക്കണമെന്ന് ഞാൻ ശഠിക്കുന്നില്ല. അവർ ആ പ്രായത്തിൽ അങ്ങനെയാണ്. എന്നാൽ മാതാപിതാക്കളും അധ്യാപകരും ഇതെല്ലാം, അച്ഛന്മാരും ബിഷപ്പ് ഉൾപ്പെടെ ഞാനും ഇതെല്ലാം ശ്രദ്ധിച്ച് അവരെ ബാലൻ നടക്കേണ്ടുന്ന വഴി നമുക്കവരെ അഭ്യസിപ്പിച്ചാൽ ലോകം നന്നാകും. മാതാപിതാക്കളും അധ്യാപകരും അച്ഛന്മാരും മെത്രാന്മാരും അനുഗ്രഹിക്കപ്പെടും. ദൈവനാമം മഹിമപ്പെടും. ഈ ലോകം ദൈവത്തിൻ്റെ ലോകമാകും. നമ്മൾ ദൈവമക്കൾ എന്ന ഇതൊരു പരിശ്രമമാണ്. ഭക്തി എന്ന് പറയുന്നത് ഉഴപ്പാനുള്ള ഒരു പോയിൻ്റല്ല. ഭക്തി എന്ന് പറയുന്നത് കർമ്മമാണ്, അത് പ്രവർത്തിക്കുകയാണ്. ഞാൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യണം, ഞാൻ കാണിച്ചതുപോലെ നിങ്ങൾ പ്രവർത്തിക്കണം. ഇത് ഞാൻ ഈ പറയുന്നതെല്ലാം ചെയ്യുന്നവൻ, ഞാൻ പറഞ്ഞതല്ല, യേശു തമ്പുരാൻ പറഞ്ഞു. പർവ്വത പ്രസംഗം അവസാനിക്കുമ്പോൾ പറഞ്ഞു, ഈ പറഞ്ഞ് കേട്ടത് ചെയ്യുന്നവൻ അനുഗ്രഹിക്കപ്പെടും, ബുദ്ധിമാനായിരിക്കും, പാറമേൽ വീടുപെടുന്ന ബുദ്ധിയുള്ള മനുഷ്യനായിരിക്കും. വലിയ പ്രതിസന്ധികൾ വരാം, കാറ്റ് വരാം, സുനാമി വരാം, കൊറോണ വരാം, ഞങ്ങൾ ഭയപ്പെടുകയില്ല. എന്നാൽ ഞങ്ങളുടെ അടിസ്ഥാനം സർവശക്തനായിട്ടുള്ള ദൈവത്തിലാണ്. ആ അടിസ്ഥാനം ആഴത്തിലിടേണ്ടുന്ന സമയമാണ് സൺഡേ സ്കൂളും യുവജന സഖ്യവും. അങ്ങനെ പ്രവർത്തിക്കുന്നതിന് ദൈവം നമ്മളെ ഉദ്ദേശിക്കുന്നു. ഇതൊന്നും സാരമില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ കണ്ടേക്കാം. പക്ഷേ ഒരു ബിഷപ്പ് എന്നുള്ള നിലയിൽ ഇതല്ലാതെ സാരമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ബാക്കിയുള്ളതെല്ലാം സെക്കൻഡറിയാണ്. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ നോക്കിക്കോ. ഞാൻ പറയുന്നത് കഠിനവാക്കാണെങ്കിൽ ക്ഷമിച്ചേക്കുക. നമ്മളെല്ലാം നേടി, നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തെ അറിയുന്നില്ല. എല്ലാം പോയില്ലേ? ഒരു മനുഷ്യൻ സർവ്വലോകവും നേടി തൻ്റെ ജീവനെയും തൻ്റെ മക്കളുടെ ജീവനെയും നഷ്ടപ്പെടുത്തി. എന്ത് പ്രയോജനം? ടേക്ക് ബൈബിൾ വെരി വെരി സീരിയസ്ലി. ഞാൻ പറയുന്നത് ആരും വിഴുങ്ങാൻ പോകണ്ട. ദൈവം എന്ത് പറയുന്നു, ദൈവം പറയുന്ന വിശുദ്ധ ഗ്രന്ഥം എന്ത് പറയുന്നു, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഒരുമിച്ച് എടുക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ ദൈവം സന്തോഷിക്കും, നമ്മൾ അനുഗ്രഹിക്കപ്പെടും. ആ അനുഗ്രഹത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ തലമുറയെ അനുഗ്രഹിക്കട്ടെ, ഈ ലോകത്തെ അനുഗ്രഹിക്കട്ടെ, ഈ സൃഷ്ടപ്രപഞ്ചത്തെ ദൈവം പരിപാലിക്കട്ടെ. ദൈവം നമ്മോട് കൂടെ.